അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെടിയാണ്. പല പ്രദേശത്ത് ഇത് കണ്ടുവരുന്നൊരു ചെടിയാണ്. പല പ്രദേശത്തും പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇത് സോപ്പ് ചെടി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ പല പ്രദേശത്ത് ഇതിന് അതേ പേര് തന്നെയായിരിക്കും അറിയപ്പെടുന്നത്. ഇത് പണ്ട് കാലങ്ങളിൽ തുണി കഴുകുന്നതിനും പാത്രം കഴുകുന്നതിനൊക്കെ ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഒരു സോപ്പ് എന്ന രീതിയിലാണ് ഇത് ഉപയോഗിച്ച് വന്നിരുന്നത്. ഇതിൻ്റെ പൂവിൽ നിന്ന് ഞെക്കുമ്പോൾ കിട്ടുന്ന ഒരു കൊഴുത്ത ദ്രാവകം ഇത് വെള്ളത്തിൽ കലക്കി കഴിഞ്ഞാൽ സോപ്പിൻ്റെ പത പോലെ പതഞ്ഞ് വരികയും നമുക്ക് പണ്ട് കാലങ്ങളിൽ തുണി കഴുകാനും പാത്രം കഴുകാനൊക്കെ ഇത് ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോഴിത് ഇവിടെ അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. എന്നിരുന്നാലും പറമ്പിൽ കണ്ടുകൊണ്ടൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. ഇതിൻ്റെ പൂവിങ്ങനെ ഞെക്കുമ്പോൾ ഇതിൽ നിന്ന് കൊഴുത്തൊരു ദ്രാവകം വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ദ്രാവകം. ഇത് നമ്മൾ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് പൈപ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ പൈപ്പിൽ കാണിച്ചപ്പോൾ ഇതിൽ നിന്ന് പതയൊന്നും വന്നിട്ടില്ല. കുറച്ചായതുകൊണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ